വിഴിഞ്ഞത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിൽ നിയമോപദേശം തേടി സർക്കാർ. അനുമതി തേടി അദാനി നൽകിയ അപേക്ഷയിൽ ഉടൻ തീരുമാനമെടുക്കില്ല. സർക്കാരിനെ അറിയിക്കും മുൻപ് വിഷയത്തിൽ സെബിക്ക് കത്ത് നൽകിയതിലും അതൃപ്തി. കരാർ വ്യവസ്ഥകൾ കർശനമായി പരിശോധിച്ച ശേഷം മാത്രം അനുമതി നൽകും. സെബിക്ക് കത്ത് നൽകിയതടക്കമുള്ള നടപടികൾ ക്രമപ്രകാരമെന്ന് അദാനി പോർട്സ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രതികൾ ഇന്നോവ കാറിൽ സംഭാവന കടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ SITക്ക്. ദൃശ്യങ്ങളിലുള്ളത് അവിനാശ് ശുക്ലയടക്കം 5 പ്രതികളെന്ന വിവരം. പണം എണ്ണാനുള്ള ജീവനക്കാരുടെ പട്ടിക നൽകിയത് SBI ആണെന്ന സ്വകാര്യ ഏജൻസി. SBI മാനേജറെ ചോദ്യം ചെയ്ത SIT. സംസ്ഥാനത്ത് ഇന്ന് 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയേക്കും. ദുൽഖറിന്റെ കൂടുതൽ വാഹനങ്ങൾ കണ്ടെടുക്കാൻ കസ്റ്റംസ്. ചെന്നൈ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിന് നീക്കം. ഭൂട്ടാനിൽ നിന്നെത്തിച്ച 4 വാഹനങ്ങൾ കൂടി കണ്ടെടുക്കാനുണ്ടെന്ന് കസ്റ്റംസ്. പെരുമ്പാവൂരിനെ ലഹരി മുക്തമാക്കാൻ നടപടികളുമായി ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പെരുമ്പാവൂർ സന്ദർശിക്കും. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നേരിട്ടെത്തി സംവദിക്കും. തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് തുടക്കം കുറിക്കും. നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും അടക്കം അണിനിരത്തി ലഹരിക്കെതിരെ ബഹുജന റാലിയും ഇന്ന്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. വിധി പറയുക കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി. ജിതിൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചെന്ന പ്രോസിക്യൂഷൻ. തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയെന്ന ജിതിൻ. DYFI മുൻ നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കും. നിരപരാധിത്വം തെളിയിക്കാതെ സംഘടനയിൽ നിന്ന് രാജിവെക്കില്ലെന്ന് അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ. അഡ്ഹോക് കമ്മിറ്റിക്ക് നിയമസാധുതയില്ലെന്നും ചിലർ സംഘടനയെ ഹൈജാക്ക് ചെയ്യുന്നുവെന്നും ആരോപണം. നിയമപരമായി നിലനിൽക്കില്ലെന്ന ആരോപണം തള്ളി അഡ്ഹോക് കമ്മിറ്റി. ഭരണസമിതിയിലും നിന്നും രാജിവെച്ച് അംഗങ്ങളായ ജയൻ ചേർത്തലയും കൈലാഷും ഔദ്യോഗിക ഇമെയിലിലേക്ക് രാജിക്കത്തയച്ചു. 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. വിവിധ ഇന്ത്യൻ ഭാഷകളിൽ നിന്നായുള്ള ചിത്രങ്ങളുടെ അവാർഡ് നിർണയം പൂർത്തിയായത് ഇന്നലെ. അവാർഡിന് പരിഗണിക്കുന്നത് 2024 സെൻസർ ചെയ്ത ചിത്രങ്ങൾ. ബ്രഹ്മയുഗവും മഞ്ഞുമൽ ബോയ്സും കിഷ്കിന്ധാകാന്തവും അവസാന റൗണ്ടുകളിൽ. പ്രതീക്ഷയിൽ മലയാള സിനിമാ ലോകം. ആവേശ പോരാട്ടത്തിൽ ക്രൊയേഷ്യയെ 2-1 തോൽപ്പിച്ച പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. 68ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഗോൾ നേടി ക്രിസ്ത്യാനോ റൊണാൾഡോ. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഓസ്ട്രിയയെ തകർത്ത സ്പെയിനും മുന്നോട്ട്. മൈക്കേൽ ഓയർസബാലിന് ഇരട്ട ഗോൾ. പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം.